ഒരു ഇഫ്തർ വിരുന്നിനായിട്ട് പോയാലോ? നിങ്ങൾ റെഡിയാണോ? ഞാൻ ദേ ഫുള്ള് റെഡിയായി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ചെന്നപ്പോൾ തന്നെ എൻ്റെ കൂട്ടുകാരിയുടെ മകള് എനിക്കിതേ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആളായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയാണ്. ആളുടെ പേര് ഇനായ എന്നാണ് കേട്ടോ. ആള് സ്വന്തമായിട്ട് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്യും. അങ്ങനെ എനിക്കൊരു ബാഗും അതുപോലെ തന്നെ ഇതുപോലത്തെ കുട്ടി കുട്ടി കുറച്ച് ഗിഫ്റ്റും ഒക്കെ തന്നാണ് എന്നെ വെൽക്കം ചെയ്തത്. അപ്പോഴത്തേക്കിനും നമ്മൾ മിറർ നീക്കിയപ്പോൾ ഒരേപോലെ നമ്മൾ രണ്ടുപേരും ഹെയർ സ്റ്റൈലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആളുടെ ട്രോഫിയും പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ സംസാരമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോമ്പ് കുറിക്കുന്ന ടൈമായി. അപ്പോൾ ആ ടൈമിൽ ബിസ്മി, ഇതാണ് എൻ്റെ കൂട്ടുകാരി കേട്ടോ, ആളാണ് എന്നെ ഇഫ്തറിന് വിളിച്ചത്. എല്ലാം സെറ്റാക്കുന്ന പരിപാടിയിലാണ്. അങ്ങനെ ടൈം ആയപ്പോഴത്തേക്കിനും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നോമ്പ് മുറിക്കുന്നതും അവരുടെ കൂടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ എനിക്കൊരു ഷോളൊക്കെ ഞാൻ ചോദിച്ച് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് സ്നാക്സും കട്ട് ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു. അതുപോലെ തന്നെ ഉമ്മ ഉണ്ടാക്കിയ സ്നാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. ഇനു ആണെന്നുണ്ടെങ്കിലും ഒരു പൊട്ടറ്റോയുടെ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്കൊരു ഇനുവിനും പിന്നെ കസിൻസിനും കൂടെ വേണ്ടിയിട്ട് ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് സെറ്റാകുന്ന സമയത്ത് നമ്മൾ പിന്നെ മൈലാഞ്ചി ഇട്ടു. മേക്കപ്പ് ആർട്ടിസ്റ്റും മെഹന്തി ആർട്ടിസ്റ്റ് ആകുമ്പോൾ കൊച്ചുങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ തുരുതുരാ കുറച്ച് മെഹന്തി ഡിസൈൻസ് ഒക്കെ ഇട്ടു. അങ്ങനെ പിന്നെ ഇനുവിൻ്റെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മെഹന്തി ഡിസൈൻസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ പോയത്. സിമ്പിൾ ആയിട്ടുള്ള കുട്ടി ഡിസൈൻസ് ആയിരുന്നു, കുഞ്ഞു കുഞ്ഞു കൈകളുമായിരുന്നു. അപ്പോൾ അതിന് ചേരുന്ന രീതിയിൽ ഇതിപ്പടപടാ എല്ലാവർക്കും മെഹന്തി ഇട്ട് കൊടുത്തു. ഈ സമയത്ത് എൻ്റെ കൂട്ടുകാർ ബാക്കി കാര്യങ്ങളിലൊക്കെ തിരക്കിലായിരുന്നു. ആള് പിന്നെ ഫാമിലി ആയിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്താണ് കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ ഞാനെല്ലാം സെറ്റാക്കിയത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട് ബിസ്മി എന്നാണ് ആളുടെ പേര്. ആളുടെ വീട്ടിലാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിച്ചു. എൻ്റെ വയറ് സത്യം പറഞ്ഞാൽ ആദ്യമേ നിറഞ്ഞു. പിന്നെ നൊസ്റ്റു ആയിട്ടുള്ള കസ്റ്റാർഡ് ഈ സംഭവം കൂടെ കഴിച്ചിട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ടാറ്റയൊക്കെ പറഞ്ഞു പോയി. അപ്പൊ ഇതുപോലത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.